നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനിയൊരു ഗൃഹം വാങ്ങിയാലോ അഥവാ ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിച്ചാലോ എന്ന തോന്നലുകൾ പലപ്പോഴും ജീവിത പങ്കാളിയിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അതിന് തയ്യാറാകുവാനിടയുണ്ട്. ഒരു 3 വർഷത്തിൻ്റെ പദ്ധതി എന്നുള്ള സങ്കല്പത്തിൽ തുടക്കം കുറിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതിന് യോഗമുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കുന്നത് വഴി സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും യോഗം കാണുന്നുണ്ട്. പുതിയ കരാറ് ജോലികൾ പലതും ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും ഇനി ഒരു വർഷത്തേക്ക് ഏറ്റെടുത്താൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില കരാർ ജോലികളിൽ നിന്നെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ സുഹൃത്തുക്കൾ ഏറ്റെടുക്കുന്നതിൻ്റെ കരാർ ജോലികളുടെ ഉപവിഭാഗമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ ഏറ്റെടുക്കുന്നത് ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് ഈ മാസവും തടസ്സങ്ങളുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ നല്ലൊരു അവസരത്തെ നഷ്ടപ്പെടുമെന്ന ധാരണയോടുകൂടി മനസ്സിന് വളരെയധികം സമാധാനക്കേട് ഉണ്ടാകുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്ന പലർക്കും നിലവിലുള്ള ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ സുഹൃത്തുക്കൾ മുഖാന്തരം മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ജോലിയിൽ പ്രവേശിക്കുവാനും ഇടയുണ്ട്. ഉദ്യോഗത്തിനോട് പുറമെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം വന്നു ചേരും. കല, സാഹിത്യം, കായികം, ശില്പവിദ്യ മുതലായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക് ഡിസംബർ മാസത്തിൽ നടക്കുന്ന മത്സരരംഗങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. അനൗദ്യോഗികമായിട്ട് സാമ്പത്തികമായുള്ള വരുമാന മാർഗം ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ദാനധർമ്മങ്ങൾക്ക് സ്വല്പം പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കും. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട്. അറിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് സ്വല്പം അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക് ഉദ്യോഗസ്ഥലത്ത് ചിലർക്ക് പകർച്ചവ്യാധിയുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം അനുമതി നേടുവാനും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും തൊഴിൽ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ അഥവാ ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും 6 മാസം ദൂരദേശവാസം വേണ്ടിവരും. എന്നിരുന്നാൽ പോലും നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. സമൂഹത്തിൽ ഉന്നതരെ പരിചയപ്പെടുവാനുള്ള അവസരം വന്നു ചേരും. മംഗളകർമ്മങ്ങളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാനിടയുണ്ട്. കർമ്മ പദ്ധതികൾക്ക് ധ്രുവീകരണം വേണ്ടിവരും എന്ന് മനസ്സിലാക്കുമെങ്കിൽ പോലും വ്യവസായമായിരിക്കാം, വ്യാപാരമായിരിക്കാം, ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1 വർഷത്തേക്ക് പണം മുതൽ മുടക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് പിന്മാറി മറ്റൊരാൾ പണം മുതൽ മുടക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ വിതരണ വിപണന മേഖല ഏറ്റെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും അതിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. പല വിധത്തിലും അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ പാർശ്വഫലങ്ങളുള്ള മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതിദത്തമായുള്ള ഔഷധ രീതികൾ അവലംബിക്കുകയും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും രോഗശമനവും വന്നു ചേരുവാൻ ഇടയുണ്ട്.
സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ജനസ്വാധീനം വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ഒരു പക്ഷേ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരുപ്പ് കുറയുവാൻ ഇടയുള്ളതുകൊണ്ട് ഒരു നിയന്ത്രണം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വരുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. വിശാല മനസ്ഥിതിയോടുകൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തന ശൈലിയും പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. വിരോധികളായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായിരിക്കാം എങ്കിൽ പോലും ലോക്യം കൂടുന്നത് വഴി പൊതുവെ ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇടവേളകളായിട്ട് ഉള്ള കൃഷികളായിരുന്നു എങ്കിൽ ഈ ഒരു വർഷം ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ട്, അതായത് ഒരു വർഷത്തിന് ശേഷം വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടു കൂടിയതായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരു പക്ഷേ ഒരു കർഷകൻ്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന മക്കൾക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുകയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസകാലങ്ങളിൽ ജന്മനാട്ടിലേക്ക് ഓണക്കാലത്തിനോടനുബന്ധമായി അവധിയെടുത്തു വരും എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് വിദേശത്തേക്ക് മക്കളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം യാത്രയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ജൂലൈ ഓഗസ്റ്റ് മാസക്കാലങ്ങളിലേ പോകാൻ സാധിക്കുള്ളൂ എങ്കിൽ പോലും അതിനുള്ള തയ്യാറെടുപ്പിന് പോലും സാധ്യത കാണുന്നതുമുണ്ട്. പുരോഗതിയില്ലാത്ത വ്യാപാര മേഖലയിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി തൊഴിൽ മേഖലകളിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന സൂചനകൾ ലഭിച്ചതിനാൽ വളരെ നിയന്ത്രണത്തോടു കൂടിയും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ടും ധ്രുവീകരിക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. ഇതാണ് മൂല നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുകയും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം, കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പല പദ്ധതികളും വന്നു ചേരുക, ഇങ്ങനെ പ്രതീക്ഷിച്ചതിലുപരിയെല്ലാം തന്നെ ഗുണകരമായുള്ള സാഹചര്യങ്ങൾക്കാണ് ഈ മാസം യോഗം കാണുന്നത്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് മേലധികാരികളിൽ നിന്നും പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകളെ ഏറ്റെടുക്കണം എന്ന ധാരണയൊക്കെ ഉണ്ടാവുകയും ഒരു പക്ഷേ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടുകൂടി ഉള്ള സാഹചര്യങ്ങളായതുകൊണ്ട് ഇനി മുതൽ കുടുംബാംഗങ്ങളെ താമസിപ്പിക്കാൻ തക്കവണ്ണം അവസരത്തിന് ജോലി സാധ്യതകളൊക്കെ യോഗം കാണുന്നതുമുണ്ട്. സ്വയംഭരണ അധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിട വരുമെങ്കിൽ പോലും ഉടമസ്ഥരിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതായത് പണം മുതൽ മുടക്കുക എന്നത് സമയബന്ധിതമായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന സാഹചര്യങ്ങൾ മേലധികാരികളിൽ നിന്നോ ഉടമസ്ഥരിൽ നിന്നോ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഈ പദ്ധതികൾക്ക് ചെറിയൊരു രൂപകൽപ്പനയ്ക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് എല്ലാം അവതരിപ്പിക്കാൻ എഴുതാൻ സാധിക്കുന്നത് വഴി പക്ഷേ ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പഠിപ്പ് അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള സാധ്യതകളൊക്കെ കുറവാണെങ്കിൽ പോലും സ്വാശ്രയമായിട്ട് പഠിക്കാനുള്ള ഒരവസരത്തിന് തക്കവണ്ണം വിജയശതമാനം ഉണ്ടാകുവാൻ ഇടയുണ്ട്.
പഠിച്ച വിദ്യയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പുതിയ പല വിധത്തിലുള്ള കർമ്മപദ്ധതികളും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും പ്രാദേശികമായിട്ട് ഗുണകരമല്ലാത്തതുകൊണ്ടും അതേപോലെ തന്നെ ഭാവിയിലേക്ക് ഇനി അതൊരു ഗുണകരമായിട്ടുള്ള അവസരങ്ങൾ വളരെ കുറയുന്ന ഒരവസ്ഥയിൽ അതുകൊണ്ടൊരു നേട്ടം വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും പല കാര്യങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രസ്ഥാനത്തിൻ്റെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ, സ്വന്തം പണം മുതൽ മുടക്കുന്നതിൻ്റെ നേട്ടം, ഭാവിയിലെ സുരക്ഷിതത്വം ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഇങ്ങനൊരു തീരുമാനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സന്തുഷ്ടിയും സമാധാനവും കുടുംബജീവിതത്തിൽ വന്നു ചേരും. വിശ്വാസയോഗ്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ ലോക്യത്തോടു കൂടി തന്നെ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും തുടക്കം കുറിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും പല കാര്യങ്ങളിലും വിപരീതമായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യം വിലയിരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കാം ലോക്യം കൂടുവാനിടവരുമെങ്കിൽ പോലും ഒരു സമദൂര സിദ്ധാന്തം സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ഭരണപരിഷ്കാരം ആവിഷ്കരിക്കാൻ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുവാനിടവരും. നീതിയുക്തമായിട്ടുള്ള സമീപനം കാഴ്ചവെക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗമുണ്ട്. ജീവിത പങ്കാളിക്ക് ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുമെങ്കിലും അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥാപനത്തിൽ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കുമെങ്കിലും ദൂരദേശവാസം വേണ്ടിവരും. ഇതിൻ്റെ വെളിച്ചത്തിൽ 6 മാസത്തേക്ക് ദൂരദേശവാസത്തിന് അനുസൃതമായിട്ട് ജോലി ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട്. വ്യവഹാര വിജയത്താൽ അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കും. പ്രവർത്തന തലങ്ങളിൽ വളരെ ഉത്സാഹത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും ഏറ്റെടുക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. കഴിവുകൾക്കും പ്രയത്നങ്ങൾക്കും അർഹമായിട്ടുള്ള അംഗീകാരം ലഭിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാവും. എന്നാൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അനുഭവജ്ഞാനമുള്ളവരുടെ മേൽനോട്ടത്തിൽ പുതിയ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്യുവാനും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാനുമുള്ള അവസരം വന്നു ചേരും. ഇത് ഒരു ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പല സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കുവാനും ഒരു പുതിയതായിട്ടുള്ള പാത കണ്ടെത്തുവാനുമുള്ള സാധ്യത പോലും ഈ ഒരു ഏറ്റെടുക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ ഉണ്ടാകുവാനും ഇടയുണ്ട്. വൈവിധ്യമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാം പഠിച്ച് ചെയ്യാൻ തക്കവണ്ണം അതിന് തക്കവണ്ണം പ്രയത്നിക്കാനുള്ള അവസരമുണ്ടായിത്തീരും. പ്രായോഗിക വശവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. സകല കാര്യപ്രതിബന്ധങ്ങളെയും അതിജീവിക്കുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. മറ്റു ചിലർക്ക് കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ഇനിയും പഠിച്ചാൽ മാത്രമേ ഭാവിയിലേക്ക് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ മത്സരരംഗങ്ങളിൽ വിജയം കൈവരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ ഇടവരും. നീർദോഷ ഉഷ്ണരോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. രക്തത്തിലെ അപാകതകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില രീതിയിൽ മാറ്റങ്ങൾ വരുത്തുവാനും തയ്യാറാകുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ തൃപ്തികരമായുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് ജോലിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗം ഏറ്റെടുക്കേണ്ടി വരും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ
ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല പ്രകാരത്തിലും അസ്വാസ്ഥ്യങ്ങളുണ്ടാവുകയും ജീവിതശൈലി രോഗങ്ങളോ പകർച്ചവ്യാധിയോ സാംക്രമിക രോഗങ്ങളോ പിടിപെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾ ഹോമിയോ, ആയുർവേദം, സിദ്ധ, അതേപോലെ തന്നെ പ്രകൃതി ചികിത്സ മുതലായവയൊക്കെ തന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങി വയ്ക്കുവാനും ഏറെക്കുറെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.